മലയാളികളെല്ലാം കൂടെ കൊട്ടിക്കൊഴിച്ച് ഇവിടെ ഒരു വലിയൊരു പിരിവ് നടന്നിരുന്നു. വ്യവസായി ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. നമുക്കറിയാം, ചെറിയ തുകയൊന്നുമല്ലത്. 34 കോടി രൂപ, അതിലും കൂടുതൽ പിരിഞ്ഞു കിട്ടി എന്ന് പറയുന്നു. അന്ന് മലയാളികൾ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ, ഇവിടെയുള്ളവരും വിദേശത്തുള്ളവരും അടക്കം അതിൽ സംഭാവന കൊടുക്കുകയുണ്ടായി, മനസ്സറിഞ്ഞ് തന്നെ. ചില മുഖ്യധാരാ മാധ്യമങ്ങളും വലിയ കാര്യത്തിൽ ഇതാണ് കേരള സ്റ്റോറി എന്ന തരത്തിലാണ് അതിനെ പ്രചരിപ്പിച്ചത്. എന്തായാലും 2 ദിവസം കൊണ്ട് തന്നെ ഉദ്ദേശിച്ച കാശ് കിട്ടി. റഹീം എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ചോരപ്പണമായിട്ടൊരു അറബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പണം. നമുക്ക് കഥയെല്ലാം അറിയാം, അതുകൊണ്ട് ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല. ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, അതിനുശേഷം എന്തായി ഇതിൻ്റെ അവസ്ഥ? ആ 34 കോടി രൂപ ഈ അറബിക്ക് കൊടുത്തോ? റഹീം എന്ന് പറഞ്ഞ മലയാളി തിരിച്ച് ഇന്ത്യയിലെത്തിയോ? അദ്ദേഹം കേരളത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും ഉമ്മയും ബാപ്പയും ബന്ധുക്കളെയൊക്കെ കണ്ടോ? എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ 34 കോടി രൂപ പിരിച്ചതിന് ശേഷം അതിന് പ്രത്യേകമായിട്ടൊരു ആപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ എംബസി അറിഞ്ഞോ ഈ വിവരം? ഇന്ത്യൻ എംബസി വഴിയാണോ അറബിക്ക് നൽകിയത്? ഇന്ത്യൻ സർക്കാരിന് ഇതിനെപ്പറ്റി വല്ല വിവരവുമുണ്ടോ? ഇത് ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ നിലവിലെ അവസ്ഥ? ആരാണ് ഇതിൻ്റെ മുന്നിൽ നിന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ആ വ്യക്തിയെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. തീർച്ചയായിട്ടും ചട്ടയും മുണ്ടും പോലുള്ള ചില വേഷമൊക്കെ എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബോബി ചെമ്മണ്ണൂർ. സാധാരണ കാശുള്ള പാർട്ടീസൊക്കെ കുറച്ചുകൂടെ സഫാരി സൂട്ടോ അല്ലെങ്കിൽ കോട്ട് സൂട്ടോ ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തനാവാൻ വേണ്ടി തന്നെ, അല്ലാതെ അദ്ദേഹം സിംപ്ലിസിറ്റി കാണിക്കുന്നതൊന്നുമല്ല. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി സിംപ്ലിസിറ്റി കാണിക്കുന്ന ഒരാളല്ല എന്ന് വ്യക്തമായിട്ടറിയാം. കോവളത്തെ ലീല ഹോട്ടൽ, ഇപ്പോഴത്തെ റാവീസ്, അവിടെ ബാറിലെ ബില്ലടക്കം ഒരു ദിവസം തന്നെ 84,000-വും 1,00,000-ന് മുകളിലുമൊക്കെ ബില്ലാവുന്ന ഒരു മനുഷ്യൻ സിംപ്ലിസിറ്റിയാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതേ സമയം തന്നെ കോവളം ബീച്ചിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി 10,000 രൂപയ്ക്ക് മുകളിൽ ബില്ലാവുന്ന ഫുഡ് കഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ 1-2 പേരൂടെ കാണും. 10 രൂപ അല്ലെങ്കിൽ 100 രൂപ ടിപ്പ് കൊടുക്കാൻ, ആ വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കാൻ പോലും അരക്കിത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തനിക്കോ തൻ്റെ വ്യവസായത്തിനോ ഏതെങ്കിലും തരത്തിൽ ഗുണമാവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരം കച്ചവട കണ്ണുള്ള, ആ രീതിയിൽ ശ്രദ്ധ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മുന്നിൽ നിന്ന് നയിച്ച ഒരു പിരിവായിരുന്നു അന്ന് കഴിഞ്ഞു പോയത്. അതിന് അദ്ദേഹത്തിന് നല്ല പേരും അദ്ദേഹത്തിൻ്റെ പുതിയ തേയിലയോ കാപ്പിപ്പൊടിയോ എന്തോ സംഭവമുണ്ട്, അതിനും വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്തു. അത് വലിയ കച്ചവടമാണെന്ന് പറയുന്നത്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അദ്ദേഹം ആരും ആയിക്കോട്ടെ, ലളിതമായിട്ട് ചോദിക്കുകയാണ്, 34 കോടിക്ക് മുകളിൽ അന്ന് പിരിച്ചെടുത്തു എന്ന് അവർ തന്നെ സമ്മതിച്ചതാണ്. തുടർന്ന് എന്ത് സംഭവിച്ചു? ഈ 34 കോടി രൂപ ഈ ഒരു മാസം ബാങ്കിലിട്ടാൽ തന്നെ എത്ര രൂപ അതിന് പലിശ കിട്ടും? ഓർക്കുക, ഈ 34 കോടി ഇവർ കളക്ട് ചെയ്തതിന് ശേഷം ഇത് എത്തേണ്ടടുത്ത് എത്തിയോ? ഇന്ത്യൻ സർക്കാർ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? യഥാർത്ഥത്തിൽ ആ അറബിയുടെ കുടുംബവും ചോരപ്പണം ചോദിച്ചിരുന്നോ? എന്താണ് ഇതിനൊക്കെ ആധികാരികമായിട്ടുള്ള തെളിവ്? അതോ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായി മൈക്കിന് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞതിന് ശേഷം മനുഷ്യത്വം കൂടി മുതലെടുത്തുകൊണ്ട് വലിയൊരു തുക പിരിവായിട്ട് നടത്തുന്നു. അതിനുശേഷം ഈ പിരിവ് കൊടുത്തവർക്ക് പോലും അറിയണ്ടേ ഇതെന്ത് സംഭവിച്ചു, ഞങ്ങളുടെ പണം എന്ത് ചെയ്തു, ആ ആൾ തിരിച്ചെത്തിയോ, അല്ലെങ്കിൽ എന്തായി ഇപ്പോഴത്തെ സ്ഥിതി? അതോ എല്ലാവരും ഒരു തട്ടിപ്പിനങ്ങ് കൂടെ നിൽക്കുകയായിരുന്നോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അന്ന് ഇതിന് മുന്നിൽ നിന്ന 24 അടക്കമുള്ള മാധ്യമങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. ഈ കേസിൽ നിലവിൽ എന്താണ് അവസ്ഥ? അല്ലാതെ ഇത്രയേറെ ആളുകളെയൊക്കെ പറ്റിച്ച് ഇത്രയും പണവും പിരിച്ചതിന് ശേഷം ഒരു വിവരവും ഒരു വാർത്തയും പുറത്തു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും അങ്ങനെ വന്നാൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അതിൽ വലിയ തുക കൊടുത്ത ആളുകൾ കാണും, ചെറിയ തുക കൊടുത്ത ആളുകൾ കാണും. 1 രൂപ കൊടുത്ത ആളിന് പോലും എന്ത് നടന്നു എന്നറിയാനുള്ള എന്താ പറയുക, ഒരു സാമാന്യമായിട്ടുള്ള ഒരു അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ കേസിൽ എന്ത് നടന്നിരുന്നു എന്ന് മലയാളി അറിയേണ്ടത് തന്നെയാണ്. അതിനാൽ എത്രയും വേഗം ഈ 34 കോടി പിരിച്ചതിൻ്റെ തുടർന്ന് നിങ്ങൾ ഇതിന് നടപടിയെടുത്തു? എവിടം വരെ എത്തി? ഈ റഹീം എന്ന ആൾ തിരിച്ച് വീട്ടിലെത്താറായോ? ഈ ചോരപ്പണം ആർക്ക് നൽകി? സർക്കാരിന് അറിയാമോ? കേന്ദ്ര സർക്കാരിന് അറിയാമോ? നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് അറിയാമോ? എംബസിക്ക് അറിയാമോ? ഈ കാര്യങ്ങളൊക്കെ ഈ പിരിവിന് മുന്നിൽ നിന്ന ആളുകൾ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും സാധ്യമല്ല. ഇതൊരു തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പാണ് എന്ന് വിളിച്ചു പറയുക തന്നെ വേണം.